കഴിഞ്ഞ ദിവസം നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഒരു ടീച്ചർ കുറേ കുട്ടികളുടെ പേരുകൾ ഈ സൗണ്ട് കേട്ടിട്ട് പറയുന്നത് നമ്മൾ കണ്ടു. അപ്പം നമുക്ക് സ്നേഹക്കൂട്ടിൽ നമ്മളെ അച്ഛനമ്മമാരെല്ലാം നിറഞ്ഞിരിപ്പുണ്ട്. എല്ലാവരുടെയും ഒന്നും പേര് കിട്ടുമോയെന്ന് അറിയത്തില്ല സൗണ്ട് കൊണ്ട്. എങ്കിലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, നമുക്കൊന്ന് കാണാം. എന്തായാലും നമുക്കൊന്ന് കണ്ണ് കെട്ടിയിട്ട് ചെയ്യാം അല്ലേ? ഇനി സൈഡിൽ നിന്ന് എല്ലാം ഫേസ് കൊണ്ട് വല്ല സൈഡിൽ നിന്ന് എന്തായാലും വെട്ടടിച്ചിട്ടെങ്കിലും മനസ്സിലാകുമോ എന്നുള്ള ആ ഒരു ഇതൊന്നും വേണ്ട, നമുക്ക് കണ്ണ് കെട്ടിയിട്ട് ചെയ്യാം. ചെവി കേൾക്കണം കേട്ടോ. ഓ ഒത്തിരി വലിച്ചു മുറുകി കെട്ടല്ലേ, ചെവി കേൾക്കണ്ടേ വിളിക്കുമ്പോ. സൗണ്ട് മാറ്റി വിളിക്കരുതേ. തുടങ്ങാം. വിളിച്ചോ മോളെ കമലമ്മ ആണോ? കമലമ്മ അറിയാം, വർഷങ്ങളായിട്ട് കേൾക്കുന്ന സൗണ്ട് ആയതുകൊണ്ട്. നിഷമോളെ ഒന്നുകൂടെ. നിഷമോളെ അന്നക്കുട്ടി അല്ലേ? അന്നമ്മ. അന്നമ്മ. നിഷമോളെ വർഗീസച്ചൻ ബുൾഗാൻ അറിയാം. ഒന്നുകൂടെ. എന്നോവർ കിച്ചൻ ആണോ? ഈ വർഗീസും വർഗീച്ചനും ഒക്കെ ഒത്തിരി ഉള്ളത് കൊണ്ടാണ് ഇനിഷ്യൽ ചേർത്ത് പറയുന്നത് കേട്ടോ. ചന്ദ്രമതി അമ്മ. ഇവരൊക്കെ എനിക്ക് പരിചയമാണ്, പക്ഷെ പുതിയ വന്ന ആൾക്കാരത് കിട്ടുമെന്ന് അറിയത്തില്ല. മനസ്സിലായാലോ? ഒന്നുകൂടെ വിളിച്ചേ. ഒന്നുകൂടെ വിളിച്ചമ്മേ. ഓമനയമ്മ ആണോ? ഇഷമോളെ. മണിയമ്മ. മണിയമ്മല്ലേ? തങ്കമ്മയമ്മ. നിങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും എനിക്കറിയാൻ പറ്റും തങ്കമ്മ. ഒന്നുകൂടെ വിളിച്ചാമ്മേ. ഒന്നുകൂടെ. നിഷമോളെ. പത്മാശിയമ്മ ആണോ? ശാന്തമ്മ റാന്നി അല്ലേ? അറിയാം. 4 വർഷമായില്ലേ കൂടെ കൂടിയിട്ട്? അപ്പൊ ഉറപ്പായിട്ടും അറിയാം. 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷം. ഒന്നുകൂടെ വിളിച്ചേ. ഒന്നുകൂടെ. ബാലൻസ് ആണോ? ബാലൻസ് സൗണ്ട് മാറ്റിയാണോ വിളിച്ചത്? ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇങ്ങനെയല്ല വിളിക്കുന്നത്. സഖാവ് വിപിൻ ലാൽ സലാം. രമ്യല്ലേ? എന്റെ കുപ്പികളാടാ കിലുക്ക കേൾക്കുമ്പോ അറിയാം. ഒന്നുകൂടെ വിളിച്ചമ്മേ.
നിഷമോളെ ഒന്നുകൂടെ. നിഷമോളെ മനസ്സിലായില്ല. കൗസല്യമ്മ. ആ ആ ഓ എനിക്ക് പിടിത്തം കിട്ടിയില്ല കേട്ടോ. അമ്മ പറഞ്ഞപ്പോഴാ മനസ്സിലായത്. മനസ്സിലായില്ല. നിഷമോളെ ഒന്നുകൂടെ. നിഷമോളെ സുമതിയമ്മ ആണോ? അതെ അതെ. സൗണ്ടി വിളിക്കണേ. എന്നെ എപ്പോഴും വിളിക്കുന്ന പോലെ എന്നെ വിളിക്കണേ. വാഗമൺ ഓമനാമേ. എവിടെ വന്നാലും അറിയാം. നിഷമോളെ നമ്മുടെ വത്സമ്മ അല്ലേ? കുഞ്ഞു വത്സമ്മ. നിഷമോളെ മനസ്സിലായല്ലോ. ഒന്നുകൂടെ വിളിച്ചാമേ. നിഷമോളെ ഒന്നുകൂടെ. നിഷമോളെ. മനസ്സിലായില്ല. അമ്മണി. ഏതമ്മണിയാ? കുഞ്ഞമ്മണിയാണോ? അമ്മണി അമ്മ അതല്ല. അമ്മണിയമ്മ. അയ്യോ അമ്മയുടെ സൗണ്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നത്. ഉറക്കെ വിളിക്കണേ. ജേക്കബ് അച്ഛൻ. ജേക്കബ് അച്ഛൻ അല്ലേ? ഒന്നുകൂടെ. ചാക്കോ അച്ഛൻ അല്ലേ? അച്ഛന്മാരൊക്കെ ഒരുവിധം എല്ലാവരും എനിക്കറിയാം. ആ അശോചൻ വിളിക്കണ്ട, എനിക്കറിയാം. അശോചനല്ലേ? ആരാ? ആളാ. മിനി മിനി പഠിക്കണം. ഉറക്കെ. നിഷമോളെ. അല്ലുമണിയമ്മ. എടാ ഞാനാടാ. ആരാ? ഞാൻ പറഞ്ഞു. ആ ആരാ വിളിച്ചേ? മോഹനച്ചൻ. അതിനെ വിളിക്കാൻ ഞാൻ പേര്. അച്ഛന് കേൾക്കത്തില്ലല്ലോ. ശരി, നല്ല സൗണ്ടിൽ വിളിച്ചാൽ മതി. പറഞ്ഞു. ഓക്കെ. അച്ഛൻ വിളിക്കാഞ്ഞോണ്ട് അച്ഛനെ എനിക്ക് അറിയത്തില്ല. ഒന്നുകൂടെ. ശശി അച്ഛൻ അറിയാം. എനിക്കറിയത്തില്ല. പങ്കേശമ്മ അല്ലേ? അടൂര് പങ്കേശമ്മ ആദ്യത്തെ ആളാണ്. വിളിച്ചില്ലല്ലോ, അറിയാം. ഒന്നുകൂടെ. തങ്കമണിയമ്മ ആണോ? ഓക്കെ. രഘുവച്ചൻ. മേഡം വിളിച്ച രഘുവച്ചൻ മാത്രമാണ് വിളിക്കല്ലെന്ന് പറഞ്ഞത്. ഇല്ലാ മനസ്സിലായില്ല. മനസ്സിലായില്ല. പുതിയ വന്ന അമ്മമാരല്ലോ. പേരെന്നാ? ദേവയാനി അമ്മ. ആ ഓ ഓ എനിക്ക് സൗണ്ട് കിട്ടിയില്ലമ്മേ.
ഒന്നുകൂടെ. വിലാസിനി അമ്മ. എല്ലാ ദിവസവും 10 തവണ ഞാൻ കേൾക്കുന്ന സൗണ്ടാ അല്ലേ? ആ, വിലാസിനെ തിരിച്ചറിയില്ല, ആരെ തിരിച്ചറിയും? പുതിയ ആൾക്കാരുടെ കിട്ടത്തില്ല കേട്ടോ. രഹന ആണോ? നിഷേജി എന്ന് വിളിക്കുന്ന രഹന അല്ലേ? ഒന്നൂടെ. അന്നക്കുട്ടി അല്ലേ? ആ, മോളെ സുമാരിയമ്മ. സുമാരിയമ്മ. ഒന്നൂടെ. ലീലാമണി അല്ലേ? ശിവ. ആ, ലൈലജകുമാരി. ആ, മണിക്കുട്ടൻ. അറിയാം, എല്ലാ ദിവസവും ബിസ്ക്കറ്റ് ചോദിക്കുന്നു. നിഷാമേന്ന് വിളിക്കുന്ന സൗണ്ടിലൊന്നുകൂടെ. ഹരിഹരനച്ചൻ അല്ലേ? ഷീലാമ അല്ലേ? വിജയനച്ചൻ അല്ലേ? ഒന്നൂടെ. ഒന്നൂടെ. ഗോപി അച്ഛനാണോ? ആണോ? ഒന്നൂടെ. അനിത ചേച്ചിയാണോ? ലേഖാൻഡി അല്ലേ? വിളി കണ്ണു പൊത്തി വെച്ചേക്കുവാ. ആരാ? നിഷാമോളെന്ന് വിളി. മനസ്സിലായില്ല. മനസ്സിലായില്ല. ഒന്നുകൂടെ വിളിച്ചേ. ആ, മനസ്സിലായില്ല. ആരാ? മറന്നുപോയെന്നോ? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പേരെന്നാ? ചെല്ലമ്മ. ഓ, കിട്ടിയില്ല കേട്ടോ, സൗണ്ട് കിട്ടിയില്ല. വിളിച്ചേ. പേര് വിളി. തങ്കമ്മ ഗോപി അല്ലേ? ഇങ്ങനെ വിളിക്കുമ്പോ പിന്നെ ആർക്കറിയാൻ മേലാത്തത്? പങ്കേശ്യമ്മ അല്ലേ? നിങ്ങളുടെയൊക്കെ ഏത് പാതിരാത്രി കേട്ടാലും എനിക്കറിയാൻ സൗണ്ട്. ഒന്നൂടെ. ഗോപിദാസച്ചൻ അല്ലേ? അറിയാം. ഒന്നൂടെ. ഒന്നൂടെ. ഉറക്ക വിളി. ജേക്കപ്പച്ചൻ. പറ്റിക്കാൻ നോക്കുന്നോ? സുരേഷച്ചൻ അല്ലേ? ഒന്നുകൂടെ വിളിച്ചേ. ഹലോ. ഒന്നുകൂടെ. ഹലോ. അല്ല, അങ്ങനെ അറിയാന്നറിയണ്ടേ? കുട്ടിയമ്മ. ഇപ്പൊ ആ സൗണ്ട് കേട്ടപ്പോ മനസ്സിലായി. പേര് വിളി.
ഞാൻ പറയാതെ പറഞ്ഞിട്ട് പോയി കേട്ടോ. കൊള്ള വിട്ടു ആ ശരി ശരി. കനാമയമ്മ പ്രിയ ഒന്നുകൂടെ അപ്പാ ആണോ? ആ പൊക്കോ. മാധവിയമ്മ 8 വർഷമായി. ആദ്യത്തെ അമ്മ വർഗീസച്ചൻ ഒറ്റ സൗണ്ട് അറിയാൻ പറ്റും. ഒന്നുകൂടെ ശാരി ശാരി എനിക്ക് മനസ്സിലായാലും ഒന്നുകൂടെ വിളിച്ചിരുന്നെങ്കിൽ. അറിയാൻ മേലാത്തവര് പോട്ടെ കേട്ടോ, അവർക്ക് അറിയാൻ മേലാത്തോണ്ടല്ലോ പറയുന്നത്. കഴിഞ്ഞോ? ഓക്കെ അപ്പൊ അഴിക്കുവാ. എത്ര പേരുടെ മനസ്സിലാകാതെ ഉണ്ട്? പറ്റിക്കാനായിട്ട് മനഃപൂർവ്വം ഇല്ലേ സൗണ്ട് മാറ്റി വിളിച്ച് പതുക്കെ പറഞ്ഞില്ലേ പറയാതിരുന്ന പുതിയ കൗസല്യമ്മയുടെ കിട്ടിയില്ല. അല്ല കൗസല്യമ്മയുടെ ഞാൻ പറഞ്ഞല്ലോ അല്ലേ? ആ പിന്നെ ആ പുതിയ അമ്മ അമ്മയുടെയാണ് സൗണ്ട് കിട്ടായിരുന്നു. അധികം സംസാരിക്കാൻ ഇടകിട്ടില്ലല്ലോ. അതാണ് ബാക്കിയുള്ള പിന്നെ ഇല്ലാതെ അറിയാം. കുറെ പേരൊന്നും വന്നില്ലല്ലോ അല്ലേ? രാമച്ചി വന്നില്ല. ആ രാജിനമ്മ വന്നില്ല. എന്നൊക്കെ സൗണ്ട് എനിക്കറിയാം. വോളിയമ്മ വന്നിട്ട് വോളിയാണെന്ന് പറഞ്ഞു. ബേബിയമ്മ വന്നായിരുന്നോ? ഇല്ല ബേബിയമ്മയൊക്കെ എനിക്കറിയാമായിരുന്നല്ലോ. ബേബിയമ്മ വന്നില്ല. നിങ്ങളെല്ലാവരും പറഞ്ഞില്ലേ? ഇവിടെ പറഞ്ഞില്ലേ? സരോജിനിയമ്മ വന്നില്ല അല്ലേ? സരോജിനിയമ്മ വന്നില്ല. തങ്കമ്മച്ചിനെ ഏത് സ്ഥലത്ത് നിന്നാലും പറഞ്ഞാലും മനസ്സിലായൊരു സൗണ്ടാണ്. തങ്കമ്മച്ചി മണിക്കൂട്ടാൻ അതെന്നെ പറ്റിച്ച് വിളിച്ചാണ് എനിക്ക് അല്ലേ? ചിലരെ മണിക്കൂറാൻ പറ്റിക്കാൻ വിളിച്ച് രഘുവച്ചൻ എനിക്ക് ആദ്യം മനസ്സിലാകണ്ട. രഘുവച്ചൻ പറ്റിക്കാനായിട്ട് വിളിച്ച് അച്ഛനങ്ങനെ വിളിച്ച് മാക്സിമം മനസ്സിലാക്കാത്ത രീതിയിൽ നോക്കി അല്ലേ? ജാക്കബച്ചനെ പക്ഷെ പിടികിട്ടി. അപ്പൊ ഇല്ലേ എനിക്കില്ലേ വിളിച്ചില്ലാലും മനസ്സിലാകുന്ന നിങ്ങളൊക്കെ മനസ്സിലായോ? അപ്പൊ മനസ്സിലായില്ലേ? എല്ലാവരും മനസ്സിലാവുമെന്ന് മനസ്സിലായില്ലേ? ആ എല്ലാവരും മനസ്സിലാവും. പുതിയ വന്ന ആൾക്കാരുടെ മാത്രം പിടികിട്ടതില്ല. പുതിയ വന്നവരായിട്ട് വലുതായിട്ട് സംസാരിക്കാൻ ഇട കിട്ടിയില്ലല്ലോ. ഈ അമ്മമാരുടെയൊക്കെ ഇച്ചിരി കിട്ടുന്ന പാടാം. ബാക്കി എല്ലാവരുടെയും കിട്ടി. ഫസ്റ്റ് അല്ല കമല വന്ന് വിളിച്ചാൽ എനിക്ക് വേറെ ഓർക്കത്തിലും അറിയത്തില്ലേ അല്ലേ? ആദ്യം വന്ന കമലമ്മയല്ലേ? നോക്കിയിരിക്കട്ടെ നമുക്ക് ഇനി അനുരാജ്യത്തെ കൂടി ഏൽപ്പിക്കാം കേട്ടോ. ഇത്ര വേറെ മനസ്സിലാവുന്നു. അപ്പൊ എന്നാ സന്തോഷം.